പ്രിയപ്പെട്ട തൊഴിലാളി സ്നേഹിതന്മാരെ, സഖാക്കളെ, നമ്മളുടെ ഇന്നത്തെ ഗേറ്റ് യോഗത്തിൻ്റെ സന്ദർഭം എല്ലാവർക്കും അറിയാം. 2025 ജനുവരി എത്തി, അത് തീരാൻ പോകുന്ന ഈ ഘട്ടത്തിൽ ഈ വർഷം FSCT സംബന്ധിച്ച് എന്തായിരിക്കുമെന്ന് നമുക്കൊന്ന് ആലോചിക്കാനാണ് ഈ സന്ദർഭത്തിൽ ഞാൻ എടുക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 2-ാം തീയതിയാണ് FSCTയുടെ CMD ആയിരുന്ന കിഷോർ കുമാർ റുദ്ദ പിരിഞ്ഞു പോയത്. ഇപ്പോൾ 11 മാസം കഴിഞ്ഞു. ഈ 11 മാസക്കാലത്ത് FSCTക്ക് നാഥനില്ലാതെ പോവുകയായിരുന്നു. എന്നാൽ അതിന് തൊട്ടു മുമ്പുള്ള 3 വർഷക്കാലം പ്രത്യേകിച്ചും ഈ കമ്പനി അഭിമാനകരമായ ലാഭത്തിലും നടത്തിപ്പിലും മുമ്പോട്ട് പോയ കമ്പനിയാണ്. ഈ ഒരു സാഹചര്യം ഈ വർഷത്തെ ബാധിക്കാൻ പോവുകയാണ്. നേതൃത്വപരമായ ഒരു നിലയില്ലാതെ FSCT ഇന്ന് കടന്നു പോകുന്ന പ്രതിസന്ധിയിൽ നമുക്കൊരുപാട് പ്രശ്നങ്ങൾ വരിക. അതിൻ്റെ എല്ലാ വശങ്ങളിലേക്കും ഞാൻ പോകുന്നില്ല, സമയമൊക്കെ കുറവാണ്. പക്ഷെ അത്യാവശ്യ കാര്യങ്ങൾ ഞാൻ പറയാം. ഈ CMDയുടെ ഇല്ലായ്മ ഈ കമ്പനിയെ ബാധിക്കുന്നുണ്ട്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. കൊച്ചിൻ ഡിവിഷനിൽ തൊഴിലാളികൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം ഡസ്റ്റ് പ്രോബ്ലമാണ്, അല്ലേ? ഡസ്റ്റ് പ്രയോൺ ഫിൽറ്റർ റീപ്ലേസ് ചെയ്യാനുള്ള തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. ഒരു കമ്പനിയുടെ നടത്തിപ്പിൻ്റെ പ്രാഥമിക കാര്യങ്ങൾക്ക് പോലും അറ്റൻഷൻ ഇല്ലെങ്കിലോ? അതിൻ്റെ ദുരിതങ്ങൾ അത് മാത്രമാണോ? ഈ പ്ലാന്റുകൾക്ക് ഇപ്പോൾ എത്ര വർഷമായി? ഇത്രയും നീണ്ടകാലം വരുമ്പോൾ അവിടെ നടത്തേണ്ട പ്രിവെൻറ്റീവായിട്ടുള്ള റീപ്ലേസ്മെൻറ്റിൻ്റെയും മാറ്റങ്ങളുടെയും കാര്യത്തിൽ തീരുമാനമുണ്ടോ? അതിൻ്റെ സിവിൽ സ്ട്രക്ചർ ആണെങ്കിലും അതിൻ്റെ മെഷീനറി ആണെങ്കിലും ഒരു മാനേജ്മെൻറ്റ് ഇത്രമാത്രം നിരുത്തരവാദപരമായി പെരുമാറുന്നതിൻ്റെ ഒരു കാരണം ഇതിനെ നയിക്കേണ്ട കേന്ദ്ര ഗവൺമെൻറ് നിലപാടില്ലാത്തത് കൊണ്ടാണ്. അത് മാത്രമല്ല, ഇപ്പോൾ പുതിയ ഫാക്ടറി ഓഫ് ഹൗസ് തുറക്കണം. 1650 ടണ്ണിൻ്റെ ആ കപ്പാസിറ്റി പ്ലാന്റ് വരുമ്പോൾ ഫോസ്ഫോറിക് ആസിഡോടെ ഫോസ്ഫോറിക് ആസിഡിന് വേണ്ടി പുതിയ പ്ലാന്റ് എന്തെങ്കിലും പരിപാടി ആരംഭിച്ചിട്ടുണ്ടോ? ഒരു കമ്പനിയുടെ ദീർഘകാല നടത്തിപ്പിൻ്റെ ഒരു വിഷൻ പ്രൊജക്റ്റ് ഇല്ലാതെ ഇതെങ്ങനെ പോകും? ഇത് പോയി ഇടിച്ചു നിൽക്കും. ഈ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ആവശ്യമായ ഇടപെടൽ മാനേജ്മെൻറ്റിനെതിരായിട്ട് ഗവൺമെൻറ്റിനെതിരായിട്ട് നടത്തണ്ടേ? FSCTയുടെ ചരിത്രം എന്താ? കഴിഞ്ഞ 35 കൊല്ലത്തെ ചരിത്രം മാനേജ്മെൻറ്റിൻ്റെ ലാക്സിറ്റി അല്ലെങ്കിൽ കഴിവുകേട് മാറ്റുന്നതിന് വേണ്ടി ഇടപെട്ടുള്ള ട്രേഡ് യൂണിയനാണ്. ട്രേഡ് യൂണിയൻ്റെ ഇടപെടൽ വളരെ വാചാലവും ചരിത്രപരവും സേഫായിട്ടുള്ള പ്രസ്ഥാനത്തിലൂടെ എല്ലാവർക്കും അറിയാവുന്നതുമാണ്. അന്ന് അമോണിയ ടാങ്കിൻ്റെ പ്രശ്നം വന്നപ്പോൾ മാനേജ്മെന്റ് കമ്പനി അടച്ചുപൂട്ടാൻ തീരുമാനിച്ചപ്പോൾ സമ്മതിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത് തൊഴിലാളി സംഘടനകളാണ്. ആ തൊഴിലാളി സംഘടനകളാണ് ഹൈക്കോടതിയുടെ തീരുമാനത്തിനെതിരെ വിധിക്കെതിരെ SLP കൊടുത്തത്, സ്പെഷ്യലി പെറ്റീഷൻ. ആ പെറ്റീഷന്റെ യൂണിയനുകൾക്ക് വേണ്ടിയുള്ള വക്കാലത്ത് എൻ്റേതായിരുന്നു. അന്ന് ഞങ്ങൾ കൊടുക്കുമ്പോൾ ഞങ്ങൾ ജയിക്കില്ലെന്ന് പലരും പറഞ്ഞു. ഞങ്ങൾ നാനാ മാർഗങ്ങൾ എടുത്തു. അന്ന് FSCT തൊഴിലാളികൾ ആകെ ചേർന്ന് നടത്തിയ സമരത്തിന്റെ ഫലമായി 10 കൊല്ലം കഴിഞ്ഞ് ഹൈക്കോടതി സുപ്രീം കോടതി വിധിച്ചത് അമോണിയ ടാങ്ക് പൊളിച്ച് മാറ്റേണ്ടതില്ല എന്നാണ്. അന്നത്തെ ഇടപെടലുള്ള മാനേജ്മെന്റിന്റെ നിലപാടെന്താ? അന്ന് മിസ്റ്റർ വോറ വാസ് ദ CMD. വോറ പറഞ്ഞു, എന്നോട് ചോദിച്ചു, ആർ യു ആക്ടിങ് ആസ് എ സൂപ്പർ മാനേജ്മെന്റ് ഇൻ ദിസ് കമ്പനി എന്ന് ചോദിച്ചു. നമ്മൾ പറഞ്ഞു നമുക്ക് ജീവിക്കണം. അത് നമ്മൾ നേടി. അത് മാത്രമല്ല, അതിന് ശേഷമോ ഈ കമ്പനിയുടെ സ്വകാര്യവൽക്കരണ പ്രശ്നത്തിൽ ട്രേഡ് യൂണിയൻ ഇടപെടൽ പ്രധാനം. അതിനേറ്റവും നേതൃത്വപരമായ പങ്കുവഹിച്ച സംഘടന എല്ലാവർക്കും അറിയാം, ഫാക്ടറി എംപ്ലോയീസ് അസോസിയേഷൻ. 76 കൊല്ലമായി വിശ്വാസ്യതയുടെ ഒരു ഗോപുരം പോലെ ഈ സ്ഥാപനത്തെ സംരക്ഷിക്കുന്ന ഈ പോരാട്ടത്തിന്റെ ഒന്നാം ശക്തിയെ സംരക്ഷിക്കുന്നതിന് തൊഴിലാളികൾ തയ്യാറാകണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ ചോദിക്കുന്നതിന്റെ കാരണം, നിങ്ങളിൽ നല്ലൊരു ശതമാനം ആളുകൾ ഈ കമ്പനിയുടെ മുഴുവൻ ചരിത്രം മനസ്സിലാക്കിയവർ തന്നെയാണ്. പക്ഷെ പുതിയ തലമുറയാണ്. ട്രേഡ് യൂണിയനുകൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താ? ട്രേഡ് യൂണിയൻ സമ്മതിക്കില്ല പ്രവർത്തിക്കാത്തുള്ളതാണ്. ട്രേഡ് യൂണിയൻ പ്രവർത്തിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താ? ട്രേഡ് യൂണിയൻ നിയമങ്ങളാണ്. നിയമങ്ങൾ മാറുകയാണ്. ഈ പാർലമെന്റിന് വരാൻ പോകുന്ന സമ്മേളനത്തിൽ വീണ്ടും ലേബർ കോഡുകൾക്ക് വേണ്ടി ഗവൺമെന്റ് പുഷ് ചെയ്യും. അതിനെങ്ങനെ ചെറുക്കും? അതിനെ ചെറുക്കണം രാജ്യത്താക്കളുടെ ട്രേഡ് യൂണിയൻ ചേർന്ന് ചെറുക്കണം. ഒരു കമ്പനിയിൽ മാത്രം കഴിയില്ല. ഒരു കമ്പനി മാത്രമായ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം കൊണ്ട് തൊഴിലാളിയെ രക്ഷിക്കാനാവില്ല. വരുന്നതെല്ലാം നയങ്ങളാണ്. ആ നയങ്ങളെ തോൽപ്പിക്കണമെങ്കിൽ അതിന് പറ്റുന്ന ഒരു അന്തരീക്ഷം വേണം. ആ അന്തരീക്ഷം എന്ന് വെച്ചാൽ ട്രേഡ് യൂണിയനുടെ ഐക്യമാണ്. ആ ഐക്യ പ്രസ്ഥാനത്തിൽ രാജ്യത്തിനകത്ത് ഏറ്റവും നേതൃശക്തി ആരാണ്? ഒരുപാട് ട്രേഡ് യൂണിയൻ ഉണ്ടാവും. പക്ഷെ ആശയപരമായും സംഘടനാപരമായും സമരപരമായും തൊഴിലാളി സംഘടനകളെ ഇന്ത്യയിൽ നയിക്കുന്നത് ആർക്ക് സംശയമുണ്ടെങ്കിലും ഞാൻ പറയുന്നു, CITU ആണ്. CITU ആണ് ചെയ്യുന്നത്. ട്രേഡ് യൂണിയനുകളെ ആശയപരമായി യോജിപ്പിക്കാൻ നല്ല ധാരണ വേണം. പോളിസി, ഇതിന്റെ എല്ലാം പ്രഭാവകേന്ദ്ര പോളിസിയാണ്, ഗവൺമെന്റ് നയങ്ങളാണ്. ആ നയങ്ങളെ തോൽപ്പിക്കാൻ ആകെ തൊഴിലാളികൾ ഏർപ്പെടുത്തിയാൽ മാത്രം പോരാ, കൃഷിക്കാരുമായിട്ട് കൂടി ചെയ്യാനാണ്. അതാണ് പുതിയ കാലം. അങ്ങനത്തെ കാലത്ത് നമ്മൾ ഒരു ഏറ്റവും ചുരുങ്ങിയ നിലയിൽ ചിന്തിക്കുകയല്ല വേണ്ടത്, വിശാലമാകണം.
ആ വിശാലം എന്ന് വെച്ചാൽ ഞാൻ മുഴുവൻ കാര്യങ്ങൾ ഇപ്പോൾ എടുക്കുന്നില്ല. രാജ്യത്തെ പൊതുമേഖലയ്ക്കെതിരായ നയം പ്രഖ്യാപിക്കുന്ന ഗവൺമെന്റിനെതിരായി ആകെ തൊഴിലാളികൾ അടുത്ത പ്രവർത്തനത്തിനകത്ത് CO2 പങ്ക് മനസ്സിലാക്കിക്കൊണ്ട് പുതിയ തലമുറയിലെ തൊഴിലാളികൾ അതിനെ ഏറ്റെടുക്കണമെന്നും വിജയിപ്പിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവിടെ പരിസരം നോക്കിയാലും ഈ മാനേജ്മെന്റിന്റെ കഴിവുകളുടെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ ടൗൺഷിപ്പിന്റെ മെയിൻ്റെനൻസ് എങ്ങനെയാ? റിക്രിയേഷൻ കെട്ടിടമായി അല്ലേ? റിക്രിയേഷന് കെട്ടിടം ഉണ്ടായിട്ടില്ലേ? കെട്ടിടം ഉണ്ടായുള്ളൂ, അതും റിഫൈനറി വന്ന കാശാ. ഇതുവരെ അത് ഓപ്പറേഷനൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവിടുത്തെ ചെറുപ്പക്കാരായ തൊഴിലാളികൾക്ക് റിക്രിയേഷൻ സൗകര്യങ്ങൾ കൊടുക്കാത്ത മാനേജ്മെന്റ് എത്ര നാളെ നമ്മൾ പോരാടുന്നു? അതൊക്കെ ചോദിക്കാനും വരച്ചവരെ നിർത്താനും പറ്റുന്ന ശക്തിയുള്ള ഒരു ട്രേഡ് യൂണിയന് വേണ്ടിയ പ്രവർത്തനത്തിൽ ഈ റഫറൻഡം പ്രധാനമാണ്. ഞാൻ അധികം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല, സമയം ചുരുക്കமான കാലത്താണ്. വൈകുന്നേരം യോഗം വെച്ചാൽ പൊതുയോഗം പോലെ സംസാരിച്ചുകൊണ്ടേക്കാം, ഒരുപാട് കാര്യങ്ങൾ എടുക്കാം. ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന ഈ തെറ്റായ സമീപനത്തെ തിരുത്താനുള്ള ശക്തി ട്രേഡ് യൂണിയന് കിട്ടണമെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾ ഓരോരുത്തരുടെ അനുഭവം കൊണ്ടും ചരിത്രബോധം കൊണ്ടും അസോസിയേഷൻ CIT യൂണിയനാണ്. അതിൻ്റെ പ്രവർത്തനം ഉടനീളം എല്ലാവർക്കും അറിയാം. ഇവിടുത്തെ നടന്ന പോരാട്ടങ്ങളില്ല അമ്പലമേട്, അതിൻ്റെ എല്ലാം ശരിയായ ഒരു പാരമ്പര്യത്തിൻ്റെ ഒസ്യത്ത് തീർച്ചയായും ഫാക്ട് എംപ്ലോയീസ് അസോസിയേഷൻ നിങ്ങളുടെ മുൻപാകെ ഒരു തുറന്ന പുസ്തകം പോലെ വെക്കുകയാണ്. മാനേജ്മെന്റുകളുടെ പോരാട്ടത്തിൽ ഒരിക്കൽ പോലും തൊഴിലാളി പ്രശ്നങ്ങൾ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന CIT തന്നെയാണ്, അസോസിയേഷൻ തന്നെയാണ്. നിങ്ങൾ അതിൻ്റെ ഭാഗമാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇനിയും നമുക്ക് ദിവസങ്ങളുണ്ട്, സമയമുണ്ട്. എല്ലാ യൂണിയനുകളുടെ കാര്യങ്ങൾ പറയട്ടെ. ആർക്കാണ് ചരിത്രപരമായ അർഹതയെന്ന്, ആർക്കാണ് വർഗപരമായ ദാർഢ്യമെന്ന്, ആരാണ് വെല്ലുവിളികൾ ഏറ്റവും നല്ല നേതൃത്വം പ്രവർത്തിച്ചെന്ന് പരസ്പരം മനസ്സിലാകുന്ന നിലയ്ക്ക് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങളുടെ എല്ലാവരുടെയും അംഗീകാരം അസോസിയേഷൻ നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ ടൗൺഷിപ്പിൻ്റെ അകത്തൊരു പ്രധാന പ്രശ്നമുണ്ട്. ക്വാർട്ടേഴ്സുകൾ ലാഭമുണ്ടാക്കുന്ന ഒരു കമ്പനിയിലെ തൊഴിലാളികൾക്ക് ന്യായമായും സന്തോഷകരമായും അവരുടെ തൊഴിൽ കഴിഞ്ഞുള്ള സമയത്ത് നിൽക്കാൻ അവസരം കൊടുക്കണ്ടേ? ഒരു ലേക്ക് ഉണ്ടല്ലോ ഇവിടെ. ഞാനത് ഓർമ്മിപ്പിക്കുന്ന ഈ സന്ദർഭത്തിൽ FACTയുടെ ലാൻഡ് എടുത്ത് പുതിയ കമ്പനിയുടെ ശൃംഖല വന്ന് നന്നായി. പക്ഷെ പുതിയ ശൃംഖല വരുമ്പോൾ ഇവിടെ ഉള്ള അസറ്റ് നഷ്ടപ്പെടാമോ? ഈ സംസ്ഥാനത്ത് ഇതുപോലെ മറ്റൊരു ലേക്ക് ഉണ്ടോ? എത്രയോ ദീർഘവീക്ഷണമുള്ളൊരു നിലപാടാണ് 19 കൊല്ലം മുമ്പ് നമ്മുടെ പൂർവികന്മാരെടുത്തത്. ആ പൂർവ്വ സ്വത്തിനെ നമ്മൾ സംരക്ഷിക്കുന്നുണ്ടോ? അതിന്റെ നാശകാരിയാവുകയാ. അങ്ങനെ നശിക്കുന്നത് ആ തടാകം മാത്രമല്ല, ഇവിടുത്തെ കുടിവെള്ളം പോകുമ്പോൾ അത് ജീവനെ ഇല്ലാതാക്കുന്നതാണ്. ഈ മാരകമായ പ്രവർത്തനത്തിന്റെ അടിത്തലയിലേക്ക് പോയിക്കൊണ്ട് ബന്ധപ്പെട്ട കമ്പനികളെ റെസിസ്റ്റ് ചെയ്യാൻ ആരുണ്ട് ഇവിടെ? അതിന് ചോദ്യം ചോദിക്കേണ്ട ആരാണ്? FACT മാനേജ്മെന്റാ. ഈ മാനേജ്മെന്റ് പ്രാഥമിക ജോലി അവർ നിർവഹിക്കുന്നില്ല. ഈ റിസർവറിലേക്ക് പോകുന്ന മലിനമായ എല്ലാത്തിനെയും ചോക്ക് ചെയ്യാൻ, അത് തടയാൻ, അത് പ്ലഗ് ചെയ്യാൻ ഈ മാനേജ്മെന്റ് ബാധ്യതയില്ലേ? അത് ചെയ്യുന്നില്ലല്ലോ. നിയമനടപടിക്ക് വിധേയമാക്കേണ്ടത് ഈ മാനേജ്മെന്റ് പ്രോസിക്യൂട്ട് ചെയ്യേണ്ട കാര്യമാണത്. ആ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ തൊഴിലാളികൾ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്നതിന് ഈ റഫറൻഡത്തിന് ശേഷം, അസോസിയേഷന്റെ വിജയത്തിന് ശേഷം എല്ലാവരെയും ചേർത്ത് നമുക്ക് മുൻപോട്ട് പോകാമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് നവോത്സവ ആശംസകളും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവാദനങ്ങൾ.